ശ്രാന്തമുമ്പരം ഇതാഘോഷമുള്ള സ്വപ്നാക്രാന്തം ശാന്തമായ പരമകാരുണ്യകനായിട്ടുള്ള ദൈവത്തോട് ബഷീർ കലഹിച്ചിരുന്നത്രേ. ശബ്ദങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട്, വേശ്യകളുടെ കഥകൾ കേട്ടിട്ട്, കള്ളന്മാരുടെ കഥകൾ കേട്ടിട്ട്, ഭിക്ഷക്കാരെ കണ്ടിട്ട് എന്തിനാണ് പടച്ചോൻ ഇത്തരം ആളുകളെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്? എന്തിനാണ് യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നത്? ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ സ്ഫുടമായിട്ടുള്ള ഭാഷ സംസാരിക്കുന്നവർക്കല്ല കൂടുതൽ സ്വീകാര്യതയുള്ളത്. അത് വാമൊഴി ഭാഷ സംസാരിക്കുന്ന ആളുകൾക്കായിരിക്കും. ഇപ്പോൾ നല്ല മലയാളമാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് കോമഡി ആയിട്ട് പലർക്കും തോന്നാറുമുണ്ട്. എന്നാൽ ഒരു പ്രദേശത്തിൻ്റെ, ഒരു ജില്ലയുടെയൊക്കെ ഭാഷ എത്ര മനോഹരമായിട്ടാണ് ആളുകൾ സ്വീകരിക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മലയാള സാഹിത്യത്തിൽ വാമൊഴി ഭാഷ കൊണ്ട് വിസ്മയിപ്പിച്ച കഥകളുടെ സുൽത്താൻ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ വായിച്ചെടുക്കേണ്ട ദിനമായിട്ടാണ് ഓരോ ജൂലൈ 5 കടന്നു പോകാറുള്ളത്. വാമൊഴി ഭാഷ അനൗപചാരികമായിട്ട് സംസാരിക്കപ്പെടുന്ന, ജനങ്ങളിലേക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ സുതാര്യമായിട്ട് ഇറങ്ങിച്ചെല്ലുന്ന ഭാഷയാണ്. സാഹിത്യത്തിൽ അതിൻ്റെ പ്രയോഗം പ്രത്യക്ഷപ്പെടുന്നത് ഭാഷയെ ജനസൗഹൃദമാക്കാനും ജനാധിപത്യവൽക്കരിക്കാനുമാണ്. ഇതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ബഷീർ. എന്താണ് നന്മ എന്ന് ചോദിക്കുന്ന സമയത്ത് വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നുണ്ട്, അതൊരു ഉണങ്ങിയ ചെടിയാണ്, അതിന് വെള്ളവും വളവും ഒക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതാണ് നന്മ. അദ്ദേഹത്തിൻ്റെ ഫിലോസഫി തന്നെ അങ്ങനെയായിരുന്നു. പ്രകൃതി വലുത്, മനുഷ്യൻ ചെറുത്. അത്രത്തോളം ലളിതമാണ്. മനുഷ്യ സ്നേഹം, പ്രകൃതി സ്നേഹം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹജീവികളോടുള്ള സ്നേഹം അദ്ദേഹത്തിന് ആദർശമായിരുന്നു. അത് എഴുത്തിൽ മാത്രമല്ല ജീവിതത്തിലും കാണാൻ സാധിക്കുമായിരുന്നു. ബഷീർ ചായ കുടിച്ചതിന് ശേഷം ചായ ഗ്ലാസ് ഇങ്ങനെ കമിഴ്ത്തി വെക്കുമത്രേ. അപ്പോൾ കാരശ്ശേരി മാഷ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ ചായ ഗ്ലാസ് ഇങ്ങനെ കമിഴ്ത്തി വെക്കുന്നത് എന്ന്. അപ്പോൾ അതിന് അദ്ദേഹം പറയുന്ന ഒരു മറുപടി ഇങ്ങനെയാണ്, ഈ ചായ നമ്മൾ എത്ര മുഴുവൻ കുടിച്ചു കഴിഞ്ഞാലും അതിലൊരു ഇത്തിരിപ്പോളം ചായ അവശേഷിക്കും. ഉറുമ്പുകൾ അതിലിരുന്ന് ചത്തൊടുങ്ങും. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഞാനിത് ചെയ്യുന്നത്. ഒരു ഉറുമ്പ് പോലും താൻ കാരണം ഒരു ദുരന്തത്തിന് ഇരയാവരുത് എന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ കൂടി പേരാണ് ബഷീർ. അദ്ദേഹം മനുഷ്യ സ്നേഹം പഠിപ്പിക്കുന്നത് മനുഷ്യനോടുള്ള സ്നേഹം മാത്രമായിട്ടല്ല, അത് സഹജീവി സ്നേഹം കൂടിയായിട്ടാണ്. നമ്മൾ അവസാനിച്ചാലും നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. ജീവിതത്തിൻ്റെ മൂല്യം നിലനിൽക്കണമെങ്കിൽ ആ മൂല്യത്തെ സാധ്യമാക്കുന്ന ആദർശങ്ങൾ ഉണ്ടാകണമത്രേ. ബഷീർ ഇങ്ങനെ ദാഹിച്ചു വലഞ്ഞിരിക്കുകയാണ്. കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഒരു ഗ്ലാസ് വെള്ളം കിട്ടുന്നത്. വെള്ളം കിട്ടിയ ഉടനെ തൊട്ടടുത്തിരുന്ന കരിഞ്ഞു വാടിയ ഒരു ചെടിക്ക് പകുതി വെള്ളം ബഷീർ കൊടുക്കുന്നുണ്ട്. നമ്മൾ അവസാനിച്ചെന്ന് കരുതി ലോകം അവസാനിക്കുന്നില്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. വലിയ വിദ്യാഭ്യാസമൊക്കെ കരസ്ഥമാക്കിയിട്ട് ഇനി ഞാൻ ജീവിതത്തിൽ അച്ചടി ഭാഷ മാത്രമാണ് സംസാരിക്കുക എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്നു കയറുന്ന ഒരു ബഷീറുണ്ട്. ഉമ്മയോട് അദ്ദേഹം ചോദിക്കുകയാണ്, മാതാവേ, അഹം ഇനി ഭക്ഷണം കഴിക്കും, ഞാനിനി ഭക്ഷണം കഴിക്കും. അപ്പോൾ ഉമ്മ ബഷീറിനെ നോക്കുന്നുണ്ട്, എന്താ ഇപ്പോൾ ഈ കുട്ടി പറയുന്നത്? വീണ്ടും ഉമ്മയോട് ബഷീർ പറയുന്നുണ്ട്, മാതാവെ, കുറച്ച് ദാഹജലം തരുമെന്ന്. അപ്പോൾ ഉമ്മ ഒരു തവി എടുത്തിട്ട് ഒരു അടി കൊടുത്താണ് ബഷീറിനെ സ്വീകരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബഷീർ മാറ്റിയിട്ട് പറയുന്നുണ്ട്, ഉമ്മ കുറച്ച് കുടിക്കാൻ വെള്ളം തരുന്നു. അതായത് ജീവിതത്തിൻ്റെ യഥാർത്ഥ ഭാഷ പുസ്തകങ്ങളിലല്ല, അത് ദൈനംദിന ജീവിതങ്ങളിലുള്ള ഇടപെടലുകളിലാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. വാമൊഴിയെയും ജീവിതാനുഭവങ്ങളെയും ആധാരമാക്കി സാഹിത്യത്തിന് നവജീവിതം നൽകിയ വൈക്കം മുഹമ്മദ് ബഷീർ മലയാള ഭാഷയ്ക്കും എഴുത്തിനും നൽകിയ സംഭാവന വളരെ വലുതാണ്. അത് രാജ്യാതിർത്തികൾ കടന്ന് സഞ്ചരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാഷ വിശുദ്ധമായ വാമൊഴിയായി ഇന്നും തലമുറകളുടെ ഹൃദയത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. അത് ഇടിമുഴക്കമുള്ള ശബ്ദങ്ങളാണ്, മതിലുകൾ പോലെ ഉറച്ചതാണ്, പ്രേമലേഖനം പോലെ മനോഹരമാണ്, പൂവൻപഴം പോലെ മധുരമുള്ളതാണ്, ബാല്യകാല സഖി പോലെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതാണ്.